ലോക ആധ്യാത്മിക സാംസ്കാരിക മണ്ഡലത്തിലെ നിറവാർന്ന സാന്നിധ്യമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. സംതൃപ്തിയും സന്തോഷവും നിറഞ്ഞതും ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതുമായ ഒരു ജീവിത മാർഗമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ലോകത്തിന് ഉപദേശിച്ചത്. അവിടുത്തെ ജീവിതവും സന്ദേശവും നമുക്ക് പ്രചോദനമായും വഴികാട്ടിയായും തീരട്ടെ എന്ന് അമ്മ ജന്മാഷ്ടമി ദിന സന്ദേശത്തിൽ പറഞ്ഞു. ആധ്യാത്മിക സംസ്കാര മണ്ഡലത്തിലെ നിറവാർന്ന സാന്നിധ്യമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. സദാ കർമ്മനിരതമായ ജീവിതം, സദാ പ്രസാദമധുരമായ ഭാവം, സമ്പൂർണമായ നിസ്സംഗത, ജീവിതത്തിന്റെ സമസ്ത മേഖലയിലുമുള്ള ജനങ്ങൾക്ക് അനുയോജ്യമായ ഉപദേശങ്ങൾ എന്നിവ അവിടുത്തെ ജീവിതത്തിന്റെ പ്രത്യേകതകളാണ്. സംതൃപ്തിയും സന്തോഷം നിറഞ്ഞതും ജീവിതത്തിന്റെ ആധ്യാത്മിക ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതുമായ ഒരു ജീവിതമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ലോകത്തിന് ഉപദേശിച്ചത്. അവിടുത്തെ ജീവിതവും സന്ദേശം നമുക്ക് പ്രചോദനമായി ഒരു വഴികാട്ടിയായി തീരട്ടെ. എപ്പോഴൊക്കെ ധർമ്മം ക്ഷയിക്കുമോ അപ്പോഴൊക്കെ ഞാൻ അവതരിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബാഹ്യലോകത്തിൽ ധർമ്മം ക്ഷയിക്കുന്നതിന് മുമ്പ് വ്യക്തി മനസ്സിലാണ് അത് ആദ്യം സംഭവിക്കുന്നത്. എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ രാഗദോഷങ്ങളും ആസക്തിയും അസൂയയും കാമക്രോധവും ഉണരുന്നത്, അപ്പോഴവിടെ ധർമ്മവും ശാന്തിയും പുനഃസ്ഥാപിക്കാൻ നമ്മൾ ഭഗവാനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ക്ഷണിക്കണം. നമ്മുടെ ശരീരമനസ്സുകൊണ്ടാകുന്ന രഥത്തിന്റെ കടിഞ്ഞാൽ ഭഗവാന്റെ കയ്യിൽ ഏൽപ്പിക്കണം. അപ്പോൾ ഭഗവാൻ നമ്മുടെ ഹൃദയങ്ങളിൽ അവതരിച്ച് ശിവവും ശാന്തിയും എല്ലാം വീണ്ടെടുക്കും. അതിനാൽ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങാതെ നമ്മുടെ ഹൃദയങ്ങളിലുള്ള ഭഗവാന്റെ തിരു അവതാരമാകട്ടെ. കളയുടെ പഴങ്ങളുടെ മേൽ ഭഗവാൻ ആനന്ദ നൃത്തം ആടിയതുപോലെ നമുക്ക് നമ്മുടെ ഉള്ളിലെ ഭയശോകമേഘങ്ങളുടെ മേൽ നൃത്തമാടാം. കണ്ണൻ തൈരകുടങ്ങൾ ഉടച്ചതുപോലെ നമുക്ക് നമ്മുടെ അഹങ്കാരത്തെ കുടങ്ങളെ വിവേകത്തിന് ശക്തി കൊണ്ട് ഉടയ്ക്കാം. സാധനയുടെയും സേവനത്തിന്റെയും തൈരിൽ നിന്ന് പരമഭക്തിയുടെ വെണ്ണ കടഞ്ഞെടുക്കുക. അങ്ങനെ ഗോപികളെ പോലെ പരാഭക്തി ഉള്ളിൽ ഉണർത്താം. അനുകൃപ എല്ലാ മക്കളെ അനുഗ്രഹിക്കട്ടെ.